കപ്പലണ്ടിയിലേക്ക് കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കുറച്ച് സ്പൈസസും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ മസാല പീനട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മസാല പീനട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമാസിമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മസാല പീനട്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വറക്കാത്ത കപ്പലണ്ടിയാണ്, റോ കപ്പലണ്ടിയായിട്ട്. ആദ്യം ഒരു ബൗളിലേക്ക് ഈ കപ്പലണ്ടി ചേർക്കാം. ഇത് 200 ഗ്രാമാണ് ഒരു കപ്പ് കപ്പലണ്ടി. 250 ml കപ്പിൽ മെഷർ ചെയ്യുമ്പോൾ 1 കപ്പ് അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നനവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഉപ്പ് നന്നായിട്ട് കപ്പലണ്ടിയിലേക്ക് പിടിക്കാനും കൂടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൂടാതെ നമ്മളിനി ഇടുന്ന സ്പൈസസ് അല്ലാത്ത ഒട്ടിയിരിക്കാനായിട്ടും കൂടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് കായംപൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഒരു 1/8 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി കുറച്ച് വെളുത്തുള്ളി, ഞാൻ 4 വെളുത്തുള്ളി എടുത്തേക്കുന്നത്, ഇതൊന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ചതയ്ക്കുക. ചതച്ച വെളുത്തുള്ളി 4 അല്ലിയാണ്, അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല ഞാൻ, ഇങ്ങനെ നമുക്ക് ഇടയ്ക്കൊരു വെളുത്തുള്ളിയുടെ കടി കിട്ടാനായിട്ടാണ് അങ്ങനെ തന്നെ ചേർത്തേക്കുന്നത്, ചെറിയൊരു ബൈറ്റ് കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് കടലമാവ് 6 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കൈ വെച്ചൊന്ന് ടയർ ചെയ്തിടുക, മുറിച്ചിടുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി ഡ്രൈ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഡ്രൈ മിക്സ്ചർ, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമ്മൾ ആ ചേർത്ത് കടലമാവും എല്ലാം ഇതിൽ കോട്ടഡ് ആവണം, അതുവരെ മിക്സ് ചെയ്യും. ഇപ്പോൾ എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം മൊത്തം ഇതിൽ കോട്ടഡായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആണല്ലോ ഉണ്ടാക്കുന്നത്, ഞാൻ ചെറിയ ചീനിച്ചട്ടിയാണ് വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി തുടങ്ങി. ഞാൻ ഇതിനകത്തേക്ക് ഇടുമ്പോൾ 2 വെളുത്തുള്ളി ഫ്രഷായിട്ടൊന്ന് ചതച്ചിട്ടും ഇടും. അതിന് വേണ്ടിയിട്ട് തൊലിയോടുകൂടുള്ള വെളുത്തുള്ളി ഒരു 4 അല്ലിയും കൂടെ എടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. നമ്മൾ റോ കപ്പലണ്ടിയാണ് പച്ച കപ്പലണ്ടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് മൂക്കണം, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിടാം. ഇവിടെ കപ്പലണ്ടിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തു നമുക്ക് എടുക്കാം. നമുക്ക് എണ്ണയിലിട്ട് സ്പൂൺ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നല്ല മുരുമുരാന്നിരിക്കും. അടുത്തൊരു ബാച്ചൂടെ ഇതേപോലെ ചെയ്യാം.
അതിലേക്കും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പീനട്സും ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ബാച്ചാണിത്. ഇത് നല്ലതായിട്ട് ക്രിസ്പായിട്ടുണ്ട്. നമ്മുടെ മസാല പീനട്സ് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ കയ്യിൽ കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കപ്പലണ്ടിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ഹെൽത്തിയർ ഓപ്ഷനാണ് വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ. കാരണം നമ്മൾ നല്ല എണ്ണയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഉടനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അത്ര ക്രഞ്ചി ആയിരിക്കത്തില്ല അകം. അത് കൂളായി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല മുരുമുരാന്നാണ് എൻ്റെ, ഒന്നൊന്നിനെ തൊടാതെ നല്ല മുരുമുരാന്നുള്ള ടെക്സ്ചറിൽ കിട്ടും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.